സർ, ഈ ലോകരാജ്യങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ടെറർ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഈ ടെറർ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അത് ഏഷ്യയിലും യൂറോപ്പിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ CIA പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ടെറർ ഗ്രൂപ്പുകളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുകയാണ്. അത് ഒന്നിലധികം ഗ്രൂപ്പുകൾ ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ, അതോ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ജീവൻ അപകടത്തിലാകുന്നതുകൊണ്ടാണോ, എന്തായിരിക്കും കാരണം? അല്ല, ഈ ടെറർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CIA റിപ്പോർട്ട് താൻ സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ഞാനും കണ്ടതാണ്. ഇതെന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. അതെ. പക്ഷേ ഈ പൊളിറ്റിക്കൽ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളാണ്. എവിടെയാണോ നിലവിലുള്ള ഭരണഘടനയെയും ആ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെയും അംഗീകരിക്കാതെ ആയുധവും അക്രമവും ഉപയോഗിച്ച് കാര്യങ്ങൾ നിർവഹിക്കാമെന്ന് കരുതുന്നവർ ടെറർ ഗ്രൂപ്പുകളാണ്. കാരണം അവർ ഈ നമ്മുടെ ഒരു സംവിധാനത്തിന് പുറത്ത് നിൽക്കുന്നവരാണ്. അതാണ് ബുർഷ കോടതി തുലയട്ടെ എന്ന് പറയുന്നത്. ഈ നക്സലൈറ്റുകൾക്ക് മുമ്പ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കോടതി ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞാലും കൊടുക്കില്ല. കാരണം ജാമ്യം ഞങ്ങൾക്ക് വേണ്ട, ബുർഷ കോടതി തുലയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോകും. അതെന്താ ഇവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ നക്സലൈറ്റുകൾ സായുധ സമരത്തിലൂടെ അധികാരം പിടിച്ച് വന്നിട്ട് ആ സേന വന്ന് ഇവരെ ജയിൽ ബ്രേക്ക് ചെയ്തിട്ട് മോചിപ്പിക്കണം എന്നാണ്. വളരെ ലളിതമായിരുന്നു ഇവരുടെ, നമ്മുടെ നക്സലൈറ്റുകളുടെ ആഗ്രഹമൊക്കെ അതായിരുന്നു. അങ്ങനെയാണ് ഇവർ ബുർഷ കോടതി തുലയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെറർ ഗ്രൂപ്പുകൾ, പൊളിറ്റിക്കലി ടെറർ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 24 വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. ലേറ്റസ്റ്റ് അല്ല, 24 വന്നേക്കുന്ന റിപ്പോർട്ട്, 24 വരെയുള്ള കാലത്തിലാണ്. അതിൽ പറയുന്ന ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകളുടെ എണ്ണത്തിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. 2017 121 സക്രിയമായ ഇസ്ലാമിക ടെറർ സംഘടനകൾ ലോകത്താകെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 121. ഈ ഒരു ടെറർ ഗ്രൂപ്പ് എയും ടെറർ ഗ്രൂപ്പ് ബിയും തമ്മിലുള്ളൊരു വ്യത്യാസം, ഇവരെല്ലാം യോജിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവിൻ്റെയും അന്ത്യപ്രവാചകൻ്റെയും അന്ത്യവിധിയുടെയും പരമാധികാരം. ആ പരമാധികാരത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം. ആ പരമാധികാരത്തിന് വേണ്ടി ആഗോളമായി നിലവിൽ വരുത്തുന്നതിന് വേണ്ടി ജിഹാദ് ചെയ്യാം. ജിഹാദിൽ കൊല്ലുന്നതും ചാകുന്നതും അല്ലാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകുന്നതിന് കാരണമാകും. ഇത് എല്ലാവരും വിശ്വസിക്കുമ്പോൾ തന്നെ ഈ എതിർ വരുന്ന ആളുകളെ എങ്ങനെ കൊല്ലണം എന്ന കാര്യത്തിലൊക്കെ ഉള്ള ചെറിയ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഗ്രൂപ്പുകളായിട്ട് ഇത് മാറിയത്. പൊതുവിൽ ഇവരെല്ലാം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പക്ഷേ ഒരാളെ ഇപ്പോൾ മറ്റേ ഇതിനകത്ത് പറയുന്നില്ലേ, നമ്മൾ ആ ഒരു സിനിമയിലില്ലേ, ഒരു പവനായി വന്നിട്ട് പറയുന്നില്ലേ, മറ്റേ അമ്പും വില്ലും മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഇതൊക്കെ ഉണ്ട്, ഇതിൽ ഏതുകൊണ്ട് മരിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സൗജന്യമാണ് എന്ന് പറയുന്നത്. ഇതിലേതുകൊണ്ട് എങ്ങനെ കൊല്ലണം, എന്ത് വിളിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ എണ്ണ എത്രയായിട്ടാൽ ഇവരുടെ CIA കണക്കനുസരിച്ചിട്ട് 92 സംഘടനകളാണ് ഇപ്പോൾ സക്രിയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ മാരകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് 68 സംഘടനകളുണ്ട്. ഈ 68 സംഘടനകൾ വളരെ മാരകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചെറിയ ചില ഗ്രൂപ്പുകൾ സമാന സ്വഭാവമുള്ള മറ്റു ഗ്രൂപ്പുമായി ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താ വിശദാംശങ്ങൾ ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. അവർക്കൊരു പക്ഷേ കിട്ടിയേക്കാം. അതിൽ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബർക്കിനോ ഫാസോ എന്ന് പറയുന്നൊരു പശ്ചിമാഫ്രിക്കൻ രാജ്യമുണ്ട്. ആ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ടെറർ അറ്റാക്ക് നടക്കുന്നത്. ഈ ബർക്കിനോ ഫാസോ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം സത്യസന്ധരുടെ രാജ്യം, ധർമ്മബോധമുള്ളവരുടെ രാജ്യം എന്നാണ്. ഈ ധർമ്മിഷ്ഠരുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ അറ്റാക്ക് നടക്കുന്നത്. പശ്ചിമാഫ്രിക്കയിലാണ്
ഇതിൻ്റെ കേന്ദ്രം. അവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 10-15ഓളം വരുന്ന ഈ ഗോത്ര വിഭാഗക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാവരെയും അവരവരുടെ ഗോത്ര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫ്രഞ്ചുകാർ അത് കോളനിയാക്കി മാറ്റി. ഫ്രഞ്ചുകാർ 1896 മുതൽ അത് കോളനിയാക്കി വെച്ച് ആ കോളനി ഭരണം 1960 വരെ തുടരുകയും ചെയ്തു. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ വ്യാപകമായ രീതിയിൽ ഈ ഗോത്രവർഗ്ഗക്കാരെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. അങ്ങനെ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായിട്ട് അത് നിൽക്കുകയായിരുന്നു. പക്ഷേ 60-ന് ശേഷം നടന്ന ഒരു വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ 63% പേരും മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ട്. 23% മാത്രമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം. അപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാരെ ആദ്യഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വന്നിട്ട് അത് മുഴുവൻ മുസ്ലിങ്ങളാണ് ആ മതം മാറ്റി ഇവിടെ മുസ്ലിമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടെറർ അറ്റാക്കുകൾ നടക്കുന്നത്. ഭീകരവാദ ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രം അതാണ്. അതിലൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ 13-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നമുക്കുണ്ട് 13-ാമത്തെ സ്ഥാനത്ത് ഇന്ത്യയാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ തൊട്ട് മുതൽ 12-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്രായേലാണ്. 5-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് അവരതിനകത്തൊരു ലിസ്റ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്യുന്നത് ഈ ടെറർ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഈ ബർക്കിനോ ഫാസോ എന്നുള്ള രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പശ്ചിമേഷ്യയിൽ, മധ്യേഷ്യയിൽ, കിഴക്കൻ ഏഷ്യയിൽ, ഇങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലും ഇപ്പോഴത് യൂറോപ്പിലേക്കും കടന്നിട്ടുണ്ട്. ഏഷ്യ കടന്ന് യൂറോപ്പിലേക്ക് എത്തി. യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഇവരുടെ സ്ലീപ്പിംഗ് സെൽസൊക്കെ പ്രവർത്തിച്ച് സജീവമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഗ്രൂപ്പ്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ 1-ാം സ്ഥാനത്ത് ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് ഈ ജിഹാദി ഗ്രൂപ്പ് പോയിട്ട് ആക്രമിക്കുകയാണ്. ഒരു കയ്യിൽ വാളല്ല തോക്കും മറു കയ്യിൽ ഖുറാനുമാണ്. കലിമ ചൊല്ലാൻ പറയും. കലിമ പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സെൻറ്ററിൽ കൊണ്ടാക്കി പഠിപ്പിച്ച് മതം മാറ്റി കലിമ ചൊല്ലിച്ച് ഇസ്ലാമാക്കി വിടും. കലിമ ചൊല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലും. ഇതാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരമ വൃത്തികേടായിട്ടുള്ളൊരു കാര്യം. ഏഷ്യയിലാണെങ്കിൽ മാലി ഇതിൻ്റെയൊക്കെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ കുറേ പ്രദേശങ്ങളുണ്ട്. പഴയ ബർമ്മ, ഇപ്പോഴത്തെ മ്യാൻമാർ, ആ പ്രദേശങ്ങളുണ്ട്. പക്ഷെ ചൈനയുടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ചൈനയിലേക്ക് ഇവർക്ക് പ്രവേശനമില്ല എന്ന് മാത്രമല്ല, ചൈനയിലെ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടേക്കണം. കാരണം മതവിദ്യാഭ്യാസം അവിടെ പാടില്ല. അത് കാരണം മദ്രസ വിദ്യാഭ്യാസമില്ല. അവരെ പഠിപ്പിക്കുന്നത് മുഴുവനും സെക്കുലർ എഡ്യൂക്കേഷനാണ്. ആ സെക്കുലർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതില്ലേ സ്കൂളുകളിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അവിടെ ഒരു കാരണവശാലും മതസംബന്ധമായ യാതൊന്നും പഠിപ്പിക്കുന്നില്ല. ഖുറാൻ കൊടുക്കുമ്പോൾ അതിൽ തന്നെ അവരെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഖുറാനാണ് അല്ല ഖുറാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ഖുറാനും കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാനില്ല. സ്വകാര്യമായിട്ട് ഉപയോഗിക്കാം. അച്ഛനമ്മമാർക്ക് തന്നെ ഈ കുട്ടികളെ എല്ലാ ദിവസവും പോയി കാണാൻ പറ്റില്ല. എല്ലാ ദിവസവും പോയിട്ട് അച്ഛനമ്മമാർക്ക് കുട്ടികളെ കണ്ട് മക്കളെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ പറ്റില്ല. ഒരു ദിവസമുണ്ട്. പിന്നെ വേറൊരു കാര്യം, മുൻപ് ഇവർ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവർക്ക് ഫ്രീഡം കൊടുക്കും ഇസ്ലാം മതവിശ്വാസികൾക്ക്. അപ്പോൾ അവർ തെരുവിലിറങ്ങുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അവരെ ശരിപ്പെടുത്തും.
അതോടുകൂടി ഇപ്പോൾ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാലും വെള്ളിയാഴ്ച ആരും തെരുവിലിറങ്ങുന്നില്ല. അതുകൊണ്ട് ചൈനക്ക് ഇത് ബാധകമല്ല, കാരണം അവിടെ ഇങ്ങനൊരു സമ്പ്രദായം അവർ അനുവദിച്ചിട്ടില്ല. പക്ഷേ ബാക്കി പ്രദേശങ്ങളിലെ ജനാധിപത്യ ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ വൃത്തികേട് ചെയ്യുന്നത്. കാരണം അവിടെ വരുമ്പോൾ മനുഷ്യാവകാശം വരും, ചൈനയിൽ ഈ പ്രശ്നം വരുന്നില്ല. മനുഷ്യാവകാശം വരും, മതാവകാശം വരും, അഭിപ്രായ സ്വാതന്ത്ര്യം വരും. ഇതൊന്നും ചൈനക്ക് ബാധകമല്ല. അത് കാരണം ചൈനയിൽ ഇസ്ലാമിസ്റ്റുകളുടെ ശല്യമില്ല. അപ്പോൾ ചൈനക്ക് ഏത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിക്കാം, എത്ര പ്രോത്സാഹനം കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിനും ബാക്കി രാജ്യങ്ങൾക്കൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്തഫലങ്ങളും മോശമായ അനുഭവങ്ങളും ഉണ്ടാകുന്നത് എന്നതാണ് വസ്തുത. അതിനെ നേരിടാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെററിസത്തിന് എപ്പോഴും ഇസ്ലാമിലൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആരംഭം മുതലുള്ള ചരിത്രം പറയുന്നത്. കാരണം ഇത്രയേറെ യുദ്ധം നയിച്ചൊരു പ്രവാചകൻ വേറെ ഉണ്ടായിട്ടില്ല. 30 കൊല്ലക്കാലത്ത് അല്ലെങ്കിൽ 31 കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിനുള്ളിൽ 62 യുദ്ധങ്ങൾ നയിച്ച പ്രവാചകനാണ്. അപ്പോൾ അതിനകത്ത് യുദ്ധതന്ത്രം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വേറൊരു രാജ്യത്തും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത് പ്രയോഗിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇസ്ലാമിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൻ്റെ സഹായം ഉപയോഗിച്ചും സൗകര്യം ഉപയോഗിച്ചുമാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ജനാധിപത്യം വേണം, ജനാധിപത്യത്തിൽ വന്നിട്ട് ഇവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മുറവിളി ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇവരുടെ ഒരു രീതിയാണ്. ആ രീതിയുടെ ഒരു ഫലമായിട്ടാണ് ടെറർ ഗ്രൂപ്പുകൾ ജനിച്ചു വരുന്നതും. ആ ടെറർ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ഗ്രൂപ്പുകളാണ്, ജിഹാദി സംഘങ്ങളാണ്. ജിഹാദി സംഘം എന്ന് പറഞ്ഞാൽ വാർ ഗ്രൂപ്പുകളാണ്. അതിനകത്ത് മനുഷ്യാവകാശങ്ങളില്ല, മതസ്വാതന്ത്ര്യമില്ല, ജനാധിപത്യ അവകാശങ്ങളില്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആത്യന്തികമായ അന്ത്യവിധിയിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹം ലോകത്തെമ്പാടും ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ടും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുമാണ് ഈ ടെറർ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം ഇല്ലാതെയായി എന്നല്ല എൻ്റെ അർത്ഥം. അവരുടെ പ്രവർത്തനം പലതരത്തിലേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ കരുതലോടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളിൽ ഒന്ന് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.